എന്റെ കുടുംബത്തിന്റെ അടിമയാണെന്ന് പല തവണ താൻ പറഞ്ഞിട്ടുണ്ട്. ഇതും അല്ല സർ, സാറിന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നെഞ്ച് കൈവച്ച് എനിക്ക് പറയാൻ പറ്റും. പത്മ, താൻ പോയിക്കോളൂ, ഞാൻ വന്നോളാം. താങ്ക്സ് മോളെ. ഒരുപക്ഷെ പകരം വീട്ടും പോലെ നീയും ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം ഇനി ബാക്കി ഉണ്ടാവില്ലായിരുന്നു. എടാ, ഇനിയെങ്കിലും നീ നിന്റെ സംശയം ഒന്ന് അവസാനിപ്പിക്കുക. നന്ദിനിയെ ആരാ ഉപദ്രവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താം. താൻ വണ്ടിയിലേക്ക് കയറും, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട സാറേ, ഞാൻ എങ്ങോട്ടുമില്ല. ഞാൻ മോളെയും കൂട്ടി പൊയ്ക്കോളാം. നന്ദിനിയും കൂട്ടിയോ? അതെ സാറേ. എന്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ളിത്തട്ടി ഒരു പേടിയുണ്ടല്ലോ, അത് ഇപ്പോഴും എന്റെ നെഞ്ചിന്ന് പോയിട്ടില്ല. സൗഭാഗ്യങ്ങളൊന്നും വേണ്ട സാറേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നന്ദിനി ഇവിടുന്ന് പോവരുത്. ഈ കാരണത്തോടു കൂടി നന്ദിനി ഇവിടുന്ന് പോയാൽ അത് മറ്റു പലരുടെയും ജയമാവും. സുദേവ, തന്റെ സ്ഥാനത്ത് നിന്ന് നന്ദിനിയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് തന്നോട് ഞാൻ വാക്ക് പറഞ്ഞതാ. ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് മോൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു. പക്ഷേ താനും മോളും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നന്ദിനി പോയ നിമിഷം മുതൽ സ്വസ്ഥതയില്ലാതെ തെരുവിൽ അലയുകയായിരുന്നു ഞാനും ഇവനും ഒക്കെ. അത് കുടുംബത്തിനെതിരെ ഒരു കേസ് ഉണ്ടാവാതിരിക്കാനോ അഭിമാനം സംരക്ഷിക്കാനോ ഒന്നുമല്ല. അതെന്റെ മോളെ കണ്ടുകിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. സാറേ, മദ്യപിച്ചല്ലാതെ താൻ ഇവനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നന്ദിനിയെ കാണാതായ നിമിഷം മുതൽ അന്വേഷിച്ചലയുന്ന തിരക്കില് അവൻ ആ മദ്യപാനം പോലും മറന്നു. ഉള്ളിൽ തട്ടി തന്നെയാടോ അവൻ അവളെ തെരഞ്ഞത്. നന്ദിനി മോള് വീട്ടിൽ തന്നെ ഉണ്ടാവും. നന്ദിനിയെ അവൻ സംരക്ഷിച്ചോളും. അച്ഛനെന്താ മോളെ വേണ്ടേ? അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ സാറിന്റെ കൂടെ പോയിക്കോളാം. സുദേവ, 1 or 2 ദിവസം താൻ അവിടെ വന്ന് നിന്ന് നന്ദിനി മോളുടെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോയിക്കോളൂ. വേണ്ട സാറേ, ഞാനിവിടെ ഓടി വന്നതും ഇവിടെ സംഭവിച്ചൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. പേടിച്ചിട്ടാ. അവറ്റകൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? ഞാൻ സാറിനെ ഇപ്പോഴും വിശ്വസിക്കുക. ഞങ്ങൾക്ക് വേറെ ആരുമില്ല സാറേ. ഞാനിപ്പോ ഇവരെയും കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. നന്ദിനി മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കട്ടെ. ക്ഷേത്രനടയിൽ കുറച്ചു നേരം ഇരിക്കട്ടെ. എന്നിട്ട് മനസ്സൊന്ന് ശാന്തമാവുമ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. അച്ഛാ, ഞാൻ നല്ല ഭർത്താവൊന്നുമല്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നന്ദിനിയെ ആരും ഒന്നും ചെയ്യില്ല. ആ ധൈര്യം അച്ഛന് ഞാൻ തരാം. എന്നാ അച്ഛൻ പൊയ്ക്കോട്ടെ മോളെ. അച്ഛൻ അവിടെ എത്തിയിട്ട് വിളിക്കാം.